ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുകയാണ്. നമ്മുടെ മധ്യയുള്ള ഈശോ ഈ ദിവസം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണല്ലോ നമ്മുടെ അനുദിന ജീവിതമൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും പ്രാധാന്യം ദൈവത്തിന് തന്നെ ആയിരിക്കണം. നമുക്ക് ദൈവമുണ്ട്, സ്വർഗമുണ്ട്, ദൈവവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. പലരിലേക്കും പല രീതിയിൽ പ്രാധാന്യങ്ങൾ മാറിപ്പോവാം. അതാണ് നമ്മൾ എപ്പോഴും ഇവാലുവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒന്നിലേക്കും ദൈവത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം ദൈവികമായ കാര്യങ്ങളിലേക്ക് മാറിപ്പോകരുത്. അതിൻ്റെ മുകളിൽ ദൈവം നിൽക്കണം. ഫരീസയർ ഒരിക്കൽ ഈശോയുടെ അടുത്ത് വന്നിട്ട് ഈശോയോട് സ്വർഗത്തിൽ നിന്നൊരു അടയാളം തരാമെന്ന് ചോദിക്കുക. സ്വർഗത്തിൻ്റെ അധിപനായ ദൈവം തന്നെ മുമ്പിൽ നിൽക്കുകയാണ്. എന്നിട്ട് ആ ദൈവത്തെ മറികടന്നിട്ട് വേറൊരു അടയാളം അവർ ചോദിക്കുക. ഈശോ അവർക്ക് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം. അവൻ ആത്മാവിൽ അഗാധമായി നെടുവീർപ്പ് കൊട്ടുകൊണ്ട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നത്? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ തലമുറയ്ക്ക് അടയാളം നൽകപ്പെടുകയില്ല. അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും പിന്നാലെ അല്ല പോകേണ്ടത്. അതിനേക്കാളും പ്രാധാന്യം നമ്മുടെ ദൈവത്തിനുണ്ട്. ദൈവത്തിൽ മാത്രമായിരിക്കണം പ്രിയ സഹോദര സഹോദരി നിൻ്റെ ശ്രദ്ധ. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ കൃപയ്ക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാണ്. ഈശോയെ, എല്ലാ ചിന്താരീതികളെക്കാളും പ്രാധാന്യം നിനക്ക് തന്നെ നൽകുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. നിന്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ. നീ എൻ്റെ സർവ്വം, എല്ലാ